CPIയിൽ എന്തോ പുകയുന്നുണ്ട്. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാനത്തിന്റെ വിയോഗശേഷം ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത് അഭിപ്രായ ഭിന്നതകൾക്കൊടുവിലാണ്. എന്നാൽ തുടർന്ന് എല്ലാം കെട്ടിടങ്ങി ശാന്തമായി മുന്നോട്ടുപോയി. രാജ്യസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഭിന്നത തലപൊക്കിയത്. PP സുനീറിനെ രാജ്യസഭയിലേക്ക് അയച്ചതിനെ ചൊല്ലിയാണ് സംസ്ഥാന കൗൺസിലിൽ ചേരി തിരിഞ്ഞ് പോരടിച്ചത്. പാർട്ടി ദേശീയ കൗൺസിൽ അംഗവും അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള തീരുമാനത്തെ എതിർത്ത് ആദ്യം രംഗത്ത് വന്നിരുന്നത് VS സുനിൽകുമാർ ആണ്. സുനീർ ചെറുപ്പമാണ്, ഇനിയും സമയമുണ്ട്, മുതിർന്ന നേതാവിനെയായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത് എന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബുവിന് വേണ്ടിയാണ് സുനിൽകുമാർ സംസാരിക്കുന്നതെന്ന സൂചനയും ഉണ്ടായി. ഇതിനെതിരെ സുനീറും പ്രതികരിച്ചു. ആത്മസുഹൃത്തുക്കളെന്ന് കരുതി കൂടെ കൊണ്ടു നടക്കുന്നവർ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായെന്നും അതാണ് ഈ ചർച്ച കൊണ്ടുണ്ടായ ഗുണമെന്നും സുനീർ തുറന്നടിച്ചു. ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല സീറ്റ് ലഭിച്ചതെന്നും സുനീർ യോഗത്തിൽ പറഞ്ഞു. പ്രകാശ് ബാബുവിനെ തഴയുന്നു എന്ന പരാതി കുറച്ചു നാളായി ഉയരുന്നുണ്ട്. കാനത്തിന്റെ വിയോഗശേഷം പ്രകാശ് ബാബു സെക്രട്ടറിയാകും എന്നും സൂചനകൾ വന്നിരുന്നു. എന്നാൽ ബിനോയ് വിശ്വം സെക്രട്ടറിയായി എത്തി. പിന്നാലെയാണ് രാജ്യസഭാ സീറ്റിലേക്കും പ്രകാശ് ബാബുവിനെ പരിഗണിക്കാതിരിക്കുന്നത്. ഇതിന്റെ പ്രതിഷേധമാണ് VS സുനിൽകുമാറിന്റെ വിമർശനത്തിനു പിന്നിലെ സൂചനയെന്നും പുറത്തുവന്നു. ഇപ്പോഴിതാ പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്കും പാർട്ടി നേതൃത്വം തഴഞ്ഞു. പാർട്ടിയുടെ ഉയർന്ന ഘടകമായ ദേശീയ സെക്രട്ടേറിയറ്റിൽ അന്തരിച്ച കാനം രാജേന്ദ്രന് പകരം ആനി രാജയെ ഉൾപ്പെടുത്താൻ ധാരണയായി. കാനത്തിന് പകരമായി ദേശീയ സെക്രട്ടേറിയറ്റിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പ്രകാശ് ബാബു വരുമെന്നായിരുന്നു സൂചന. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാത്തതിന് കാരണം കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുന്നതായെന്ന് കരുതി. ആനി രാജയെ ഉൾപ്പെടുത്തുന്നതിനോട് അന്നത്തെ കേരള സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് യോജിപ്പില്ലായിരുന്നു. ഇപ്പോൾ കേരള ഘടകം സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഉൾപ്പെടുന്ന അഖിലേന്ത്യാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് ആനി രാജയെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് അംഗീകാരം നൽകിയത്. രാജ്യസഭാ സീറ്റിലേക്കും പ്രകാശ് ബാബുവിനെ പരിഗണിക്കാതിരുന്നത് ബിനോയ് വിശ്വത്തിന്റെ നിലപാടായിരുന്നുവെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട്. എന്തായാലും കുറച്ചുനാളായി പാർട്ടിക്കുള്ളിൽ തുടരുന്ന ഭിന്നതയാണ് മറനീക്കി പുറത്തുവരുന്നത്.